ഓഫീസും അനുബന്ധ ജീവനക്കാരെയും അനുവദിക്കാത്തതിനാൽ സിറ്റിംഗും പഠനവും തുടങ്ങാനാകാതെ ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ അംഗങ്ങളെയും സെക്രട്ടറിയും തീരുമാനിച്ച് 6 മാസം പിന്നിട്ടിട്ടും ഓഫീസ് സജ്ജമാക്കുകയോ ജീവനക്കാരെ നിയമിക്കുകയോ ചെയ്യാത്തതാണ് പ്രവർത്തനം തുടങ്ങാനാവാതെ കമ്മീഷന് വലയ്ക്കുന്നത്. അതേസമയം ജീവനക്കാരെ ലഭ്യമാക്കുന്നത് അനുസരിച്ച് കമ്മീഷൻ പ്രവർത്തനം വേഗത്തിലാകുമെന്ന് ജസ്റ്റിസ് ജെ.ബി. കോശി ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ജെ.ബി. കോശി അധ്യക്ഷനായ കമ്മീഷനെ 6 മാസങ്ങൾക്ക് മുമ്പാണ് പിണറായി സർക്കാർ നിയമിച്ചത്. മുൻ DGP ജേക്കബ് പുനൂസ്, രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറി ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്നിവർ അംഗങ്ങളായാണ് കമ്മീഷൻ രൂപീകരിച്ചത്. എന്നാൽ നാളിതുവരെയായി ഓഫീസും അനുബന്ധ ജീവനക്കാരെയും അനുവദിക്കാത്തതിനാൽ സിറ്റിംഗും പഠനവും തുടങ്ങാനാവാതെ അവതാളത്തിലായിരിക്കുകയാണ് ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ. കമ്മീഷനിലേക്ക് ആവശ്യമായ ജീവനക്കാരുടെ നിയമനത്തിന്റെ നടപടികൾ ധനകാര്യ വകുപ്പിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ പൂർണ്ണതലത്തിൽ പ്രവർത്തനം തുടങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് ജസ്റ്റിസ് ജെ.ബി. കോശി അറിയിച്ചു. കമ്മീഷൻ സെക്രട്ടറിയും നിയോഗിച്ചെങ്കിലും പിന്നീട് സർക്കാരിൽ നിന്ന് തുടർ പ്രവർത്തനം ഉണ്ടായിട്ടില്ല. കൊച്ചിയിലെ ഹൌസിംഗ് ബോർഡ് കെട്ടിടത്തിൽ ഓഫീസ് എടുത്തെങ്കിലും സൗകര്യങ്ങൾ സജ്ജമാക്കി നൽകാത്തതിനാൽ കമ്മീഷൻ അംഗങ്ങൾ അവിടേക്ക് വന്നിട്ടില്ല. എല്ലാ ജില്ലകളിലും സിറ്റിംഗ് നടത്തി പ്രശ്നങ്ങൾ എഴുതിയെടുക്കണമെങ്കിൽ സ്റ്റെനോഗ്രാഫറെയോ ടൈപ്പിസ്റ്റിനെയോ ക്ലർക്കിനെയോ എങ്കിലും നിയമിക്കണം. എന്നാൽ ഈ ഫയലുകളെല്ലാം ധനകാര്യ വിഭാഗത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജീവനക്കാരെ ലഭ്യമാകുന്നത് അനുസരിച്ച് കമ്മീഷൻ പ്രവർത്തനം വേഗത്തിലാകുമെന്ന് ജസ്റ്റിസ് ജെ.ബി. കോശി ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുകയും ആവശ്യമായ ഞങ്ങളുടെ ഓഫീസ് ഒന്ന് ഫർണിഷ് ചെയ്തൊക്കെ വേണം. ഞങ്ങൾ എല്ലാത്തിലും 2 പ്രാവശ്യം അൺഫർണിഷ്ഡ് ആണെങ്കിലും കെട്ടിടം ഫിക്സായി കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം അവിടെ സിറ്റിംഗ് നടത്തിയുണ്ടായി. സിറ്റിംഗ് നടത്തിയത് ഞങ്ങൾ തന്നെ ആവശ്യമുള്ള ഡിസ്കഷനൊക്കെ നടത്തി എന്തൊക്കെയാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതൊക്കെ പറഞ്ഞു. ഇപ്പം കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഇനി ഉണ്ടാവും. കാരണം ചീഫ് മിനിസ്റ്റർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ അദ്ദേഹത്തിന് വിവരങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇനി മൂവ് ചെയ്യുമെന്ന് തോന്നുന്നു. സ്റ്റാഫ് ഫാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സംഗതികളെല്ലാം ഉടനെ തന്നെ നടക്കും. ലോക്ക്ഡൌൺ മാറണം. ലോക്ക്ഡൌൺ മാറി പബ്ലിക് സിറ്റിംഗ് നടത്താം. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചുള്ള കമ്മീഷനാണ്. അപ്പം നോട്ടീസൊക്കെ ഇട്ട് എല്ലായിടത്തും സിറ്റിങ്ങുകളൊക്കെ നടത്തി വിവരങ്ങൾ ശേഖരിക്കാം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണത്തിൽ തുല്യനീതി ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി വിധിയെത്തിയതോടെ അശാസ്ത്രീയമായ 80-20 അനുപാതം റദ്ദാക്കപ്പെടുകയായിരുന്നു. അടുത്ത ഘട്ടമായി സർക്കാർ സർവകക്ഷി യോഗത്തിലൂടെ വിധി പഠിക്കാൻ പുതിയ സമിതിയെ നിയോഗിച്ചു. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് നിയമിച്ച ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷന്റെ അവസ്ഥ ഇതാണെന്നിരിക്കെ പുതിയ സമിതിയുടെ നിയമനവും തുടർ നടപടികളും എന്താകുമെന്ന് ഗുണഭോക്താക്കളിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഷെക്കേന ന്യൂസ്, കൊച്ചി.